ഇടുക്കിയിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും നമുക്ക് സർക്കാർ ജോലി ആണ് എൻ്റെ ആവശ്യം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വന്നൊരു കൊച്ചു മിടുക്കിയാണ്. മെൻറ്റർ സപ്പോർട്ട് അത് എനിക്ക് വേറെ ഒരിടത്തും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് എന്ത് ഡൗട്ടും ചോദിച്ചാൽ അപ്പം തന്നെ റിപ്ലൈ തരുന്ന മെൻറ്റർ കൂടെ ഉണ്ടായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിൽ എപ്പോഴും. നമുക്ക് എന്തും ചോദിക്കാം. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിനെ പറ്റി മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ സാറിനെ ഒന്നും രണ്ടും തവണ മാറ്റിയ അനുഭവങ്ങളുണ്ട്. നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന വരെ 2 ലിസ്റ്റുകളിൽ ഇപ്പോൾ ഇടം നേടിയിട്ടുണ്ട്. LDCയും അതുപോലെ സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2. സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയുടെ സക്സസ് സ്റ്റോറി സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് ഇടുക്കി ജില്ലയിൽ 4ാം റാങ്ക് കരസ്ഥമാക്കിയ ഇബി വർഗീസിനോടൊപ്പമാണ് നമ്മളുള്ളത്. അപ്പോൾ മോളെ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. ഓക്കെ. അപ്പോൾ ആളൊരു എന്താ പറയുക PSC വഴി ജോലി നേടണമെന്ന് കൃത്യമായിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന ആളാണ് അല്ലേ? അതിൻ്റെ ഫലമായിട്ട് ഈ കഴിഞ്ഞ LDC പരീക്ഷയിൽ 69ാമത്തെ റാങ്ക് ഹോൾഡറും കൂടെയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു PSC ആസ്പിരൻ്റ് എന്ന നിലയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി വിഷൻസ് തരാൻ പറ്റുന്ന ആളാണ് ഇബി. അപ്പോൾ ഇബിയുടെ വിശേഷങ്ങളിൽ നമുക്ക് കിടക്കാം. നമ്മളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് പപ്പ, അമ്മ, ചേട്ടൻ, അനിയത്തി. ഓക്കെ. അപ്പോൾ നമ്മൾ മൊത്തം ഒരു 3 മക്കളാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഞാൻ മാത്സിൽ PG കഴിഞ്ഞു. മാത്സിൽ PG കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തൊട്ടേ ഈ ഒരു സർക്കാർ ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് നമ്മൾ വരികയാണ് അല്ലേ? അപ്പോൾ എന്നിട്ട് നമ്മൾ ആദ്യം ഈ സ്റ്റാറ്റിക് ക്ലാസിന്റെ പരീക്ഷ എഴുതുന്ന 2022 എഴുതിയായിരുന്നു. അപ്പോൾ എക്സാമിനെ പറ്റി ഐഡിയ ഇല്ലാതെയാണ് എഴുതിയത്. ജസ്റ്റ് എഴുതി നോക്കിയതേ ഉള്ളൂ. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഇംപ്രഷൻ? എഴുതി കഴിഞ്ഞപ്പോൾ കുറച്ചെങ്കിലും നോക്കിയിരുന്നെങ്കിൽ, കാരണം ആ സമയത്ത് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. ഒരു ടച്ച് ഉണ്ടായിരുന്ന സമയമാണ്. പിന്നെ കട്ട് ഓഫ് ഒക്കെ കണ്ടപ്പോൾ 27 അന്ന് ഇടുക്കിക്കുള്ളായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് മേടിക്കാമായിരുന്നായിരുന്നു എന്ന് തോന്നി. അപ്പോൾ എന്തായാലും അടുത്ത തവണ വരുമ്പം എഴുതണം എന്നേ വിചാരിച്ചിരുന്നു, പഠിച്ചിട്ട് എഴുതണമെന്ന്. അപ്പോൾ അതിനോടൊപ്പം ഇബി നമുക്ക് അതിനുശേഷം പിന്നെ LDC പഠനം അല്ലേ? നമ്മൾ കോച്ചിങ്, നമ്മൾ PSCയുടെ കോച്ചിങ് എന്നതിലേക്ക് പിന്നെ കുറച്ചധികം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ പഠിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ 69 റാങ്ക് എന്നുള്ള നിലയ്ക്ക് എത്തുന്നത്. ഓക്കെ. അപ്പോഴത്തേക്ക് ആ 69 റാങ്ക് കിട്ടിയപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഒരു സിറ്റുവേഷൻ? അതെന്ന് പറഞ്ഞാൽ അന്നേരം എന്നുവെച്ചാൽ കുറച്ച് നാള് കാത്തിരിപ്പിന് ശേഷം വരുന്ന ആദ്യത്തെ ലിസ്റ്റ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. മാർക്ക് ഉണ്ടെന്നറിയാം, പക്ഷേ റാങ്ക് നമുക്ക് അറിയില്ലല്ലോ, ബാക്കിയുള്ളവരുടെ മാർക്ക് അറിയാത്തതുകൊണ്ട്. അപ്പോൾ 69 കണ്ടപ്പോൾ 100-നകത്ത് വരണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അത് കിട്ടി. ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഭയങ്കര സന്തോഷം, കൂട്ടുകാർക്കും. എത്ര കാലം പഠിച്ചു നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്താൻ? നമ്മളെ ഈ ലെവലിലേക്ക് എത്താൻ ഒരു 2-2.5 വർഷം പഠിച്ചു. അപ്പോൾ അത്രയും കാലം നമ്മളെ ഫാമിലി PG കഴിഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരിക്കലും ജോലിക്ക് പോകാനൊന്നും നിർബന്ധിച്ചിട്ടില്ല. പഠിക്കാനുള്ള കല്യാണത്തിന്റെ കാര്യമൊന്നുമില്ല. ഇപ്പോഴും ഇല്ല. എന്റെ ഇഷ്ടം. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ലിസ്റ്റ് വന്നിരിക്കവെയാണ് നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അത് വേണോ വേണ്ടയോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നോ? ഇല്ല, അതെനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ഒരു എക്സാം കൂടെയല്ലേ, അപ്പോൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് എന്തായാലും എഴുതാമെന്ന് വിചാരിച്ചു. ഇപ്പം 2025 അവസാനമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം ഞാൻ അന്ന് എക്സാം എഴുതിയെങ്കിലും പിന്നെ എൻ്റെ കാര്യം മറന്നുപോയിരുന്നു. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോഴാണ് വീണ്ടും ഓർക്കുന്നത്. അപ്പം എന്തായാലും പഠിക്കാമെന്ന് തീരുമാനിച്ചു. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു തീരുമാനിച്ചതിന് ശേഷം? ആദ്യം ഞാൻ കുറേ പേരോട് അന്വേഷിച്ചു ഇതിനെപ്പറ്റി. നേരത്തെ ഏതെങ്കിലും പഠിച്ചവരോ, എനിക്ക് ഏത് ആപ്പ് എടുക്കണമെന്ന്, എങ്ങനെ പഠിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. എൻ്റെ കയ്യിൽ കുറേ എൻ്റെ ക്ലാസ് ടെക്സ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് തിയറി ബേസ്ഡ് ആണല്ലോ, അത്രയും വേണ്ടല്ലോ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന്. അപ്പം ഞാൻ കുറേ പേരോട് അന്വേഷിച്ചു, പക്ഷെ ഇങ്ങനെ ഇത് പഠിച്ച ആരെയും കണ്ടതായിരുന്നു പറ്റിയില്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കിങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ക്ലാസ്സുകൾ കണ്ടതിൽ സഹകാരിയുടെയാണ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ കുറേ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓൺലൈൻ ജോയിൻ ചെയ്യുന്നത്. പിന്നെ സാറിൻ്റെ വെബിനാർ കൂടിയപ്പം ഈ എക്സാമിനെ കുറിച്ച് കുറച്ചുകൂടെ ഐഡിയ കിട്ടി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ 100 മാർക്കിന് വേണ്ടി പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് പല സ്ട്രീമിലുള്ളവർ എഴുതുന്ന എക്സാമാണ്. അപ്പം നമുക്ക് ഏതിലാണോ കുറച്ചും കൂടെ ആ സബ്ജക്റ്റുകൾ പഠിച്ച് നമുക്കിത് ക്രാക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ജോലി സ്വഭാവമൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി അല്ലേ? ഓക്കെ. കൂടുതൽ നമുക്ക് ഫീൽഡ് വർക്ക് കൂടുതലുള്ള ജോബാണ്, ഓഫീസ് ഡ്യൂട്ടി കുറവാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ പ്ലസ് പോയിന്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ശരിക്കും ഇപ്പോൾ IB പറഞ്ഞു വെച്ചത് നമ്മൾ സ്കിപ്പ് ചെയ്ത് പഠിക്കുന്നതിനെ കുറിച്ചാണ്. പൊതുവേ നമ്മൾ വെബിനാറിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുള്ള സാധനം പഠിക്കുക, പഠിച്ചത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിക്കുക, പറ്റില്ല എന്ന് പരിപൂർണ്ണ ബോധ്യമുള്ള സാധനം മൊഡ്യൂൾ അടക്കം വിടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എത്ര പേര് പ്രാവർത്തികമാക്കാനുള്ള മാനസിക പക്വത ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അത് ഇബിക്ക് സാധിച്ചത് വ്യക്തമായിട്ടുള്ള ആ ഒരു PSC ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്.
എന്താണ് ഒരു പരീക്ഷ, ആ പരീക്ഷയിൽ നമ്മൾ കട്ട് ഓഫ് എത്ര ആയിരിക്കും മുൻകൂട്ടി കാണുക, അതുപോലെ നമ്മുടെ കഴിവ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ 1.5 മണിക്കൂറിൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുൻകൂട്ടി തീരുമാനിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള പക്വത ഇതിക്ക് കൈവന്നിരുന്നു അല്ലേ? PSC ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത്തരത്തിൽ ചിന്തിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പ്രത്യേകിച്ച് RO പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിലും, ഇനി വിളിക്കാൻ പോകുന്ന റിസർച്ച് അസിസ്റ്റൻറ്റ് പരീക്ഷയാണെന്നുണ്ടെങ്കിലും, പിന്നെ അത് കഴിഞ്ഞ് വിളിക്കുന്ന സ്റ്റാറ്റിക് അസിസ്റ്റൻറ്റ് പരീക്ഷയാണെന്നുണ്ടെങ്കിലും ഒക്കെ, കാരണം നമുക്ക് ഇതിലൊക്കെ എന്താണ് മിക്കവാറും ഒരേപോലെ സിലബസും, അതേപോലെ മാത്സ്, അതുപോലെ എക്കണോമിക്സ്, സ്റ്റാറ്റി, കൊമേഴ്സ്, ഈ 4 സ്ട്രീമിൽ നിന്നുള്ള ആൾക്കാരെ പഠിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ LDC പരീക്ഷ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് വേക്കൻസി ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പം പഠിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം മാർക്ക് മേടിച്ചാൽ കിട്ടുമെന്ന്. അപ്പം ഞാൻ ഈ എക്സാമിന് പഠിക്കുമെന്ന് പറഞ്ഞപ്പം എന്നെ അറിയാവുന്ന ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞു, ഇതിനാകെ ഇത്തിരി വേക്കൻസി അല്ലുള്ളൂ, അതിന് വേണ്ടിയിട്ട് വെറുതെ പഠിക്കാതെ കുറച്ചുകൂടെ വേക്കൻസി ഉള്ള ജനറൽ എക്സാം തന്നെ നോക്കുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു വേക്കൻസി ആണെങ്കിലും അത് കിട്ടണം എന്ന് വിചാരിച്ചാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് നമുക്ക് ലൈഫിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് മോട്ടിവേഷൻ കിട്ടിക്കാണും. ഇഷ്ടം പോലെ ഉണ്ട്. എന്തൊക്കെയായിരുന്നു നിനക്ക് കിട്ടിയ പോസിറ്റീവ് മോട്ടിവേഷൻസ്? പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം PSC പഠിച്ചു കിട്ടിയ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടാൽ അതിൻ്റെതായ വാല്യൂ ഇതിനുണ്ട് എന്നുള്ള ഒരു തോന്നല് തുടക്കത്തിലുണ്ടായിരുന്നു. കഷ്ടപ്പാട്. നെഗറ്റീവ് മോട്ടിവേഷൻ പറഞ്ഞാൽ പറയാൻ പറ്റുമോ? നെഗറ്റീവ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഒരു വഴിക്ക് ഇറങ്ങിയാൽ എല്ലാവരും ചോദിക്കും ഇപ്പം എന്ത് ചെയ്യുക, ഇത്ര നാളായിട്ട് പഠിക്കുവാണോ, PSC അതൊന്നും ആരെയും നിയമിക്കുകയില്ല, എല്ലാം തട്ടിപ്പാ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി അതേ ഉള്ളൂ. അതുകൊണ്ട് പറയാൻ പേടിയായിരുന്നു PSCക്ക് വേണ്ടി പഠിക്കുകയാണ്. മടിയാണ്. അവർക്കൊന്നും ഇതിന്റെ പ്രൊസീജിയറോ അതൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ വെറുതെ സമയം കളയുവാന്നാണ് ഒന്നുമില്ല പറഞ്ഞിട്ട് പോവാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അല്ലേ? അതുപോലെ നമുക്കിപ്പം സഹകാരിയിലേക്ക് കോഴ്സ് എടുത്ത് വന്നു എന്ന് പറഞ്ഞില്ലേ, വന്നതിന് ശേഷം നമ്മൾ വേറെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള എക്സ്പീരിയൻസ്, പോസിറ്റീവോ നെഗറ്റീവോ, എന്തായിരുന്നു സഹകാരിയുടെ എക്സ്പീരിയൻസ്? മെന്റർ സപ്പോർട്ട് അത് എനിക്ക് വേറെ എവിടത്തും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് എന്ത് ഡൗട്ടും ചോദിച്ചാൽ അപ്പം തന്നെ റിപ്ലൈ തരുന്ന മെന്റർ കൂടെ ഉണ്ടായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിൽ. എപ്പോഴും നമുക്ക് എന്തും ചോദിക്കാം. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിനെ പറ്റി മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ സാറിനെ 1-2 തവണ മാറ്റിയ അനുഭവങ്ങളുണ്ട്. നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നവരെ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് എക്കണോമിക്സ് ആവട്ടെ, സ്റ്റാറ്റി ആവട്ടെ, മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികളാണ് വരുന്നത്. അപ്പൊ അവരെ ഇത് മനസ്സിലാക്കി എടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നോർമലായിട്ട് അധ്യാപനം കൊണ്ട് പറ്റില്ല. അയാൾ മറ്റേ കുട്ടികളുടെ ലെവലിൽ നിന്ന് ചിന്തിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് റിവ്യൂ ആയിരിക്കും. ഈ സാറിന് ഈ മനസ്സിലാവുള്ളത് പറയും, പിന്നെ പുതിയ സാറിനെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസും വെറൈറ്റി എക്സ്പീരിയൻസ്. അതെ അതെ, എനിക്ക് കൊമേഴ്സ് ആദ്യമൊന്നും മനസ്സിലാവുന്നില്ല, കാരണം ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെയാണല്ലോ. അപ്പൊ ആദ്യത്തെ ക്ലാസ്സൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. നിങ്ങൾ ഉടനെ തന്നെ സാറിനെയൊക്കെ മാറ്റി പുതിയ ക്ലാസ്സുകൾ തന്നു. അങ്ങനെ പിള്ളേരുടെ ആവശ്യം കേൾക്കാൻ തയ്യാറായിരുന്നു. മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴ്സ് എടുത്ത് പിന്നെ നമ്മളായിട്ടൊരു ബന്ധമില്ല, നമ്മൾ പഠിച്ചു അങ്ങനെയുള്ളായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ തുടക്കം തൊട്ടേ 5 വർഷമായിട്ട് നിൽക്കുമ്പോൾ എല്ലാ കോഴ്സിലും കഴിവതും മാക്സിമം കേട്ടോ, എല്ലായിടത്തും അതുപോലെ പറ്റണമെന്നില്ല, പക്ഷേ മാക്സിമം കുട്ടികളുടെ കൂടെ നിൽക്കാനും അവർക്ക് വേണ്ടത് ഒരാവശ്യം മനസ്സിലാക്കി പ്രൊവൈഡ് ചെയ്യാനും ഇതുവരെ പറ്റിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ വന്നിട്ടുള്ള ഈ വിജയങ്ങളുടെ എല്ലാം ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഓവറോൾ സഹകരിക്കുന്ന ബന്ധപ്പെട്ടൊരു എക്സ്പീരിയൻസ്. ഓക്കെ, നല്ല എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മളെ എല്ലാ തരത്തിലുള്ള ആശംസകളും. കാര്യം ആദ്യത്തെ അഡ്വൈസ് വരാൻ വേണ്ടി പോകുന്നു, അഡ്വൈസ് ചെയ്തിട്ടില്ല ഇടുക്കി ഇനിയിപ്പോൾ നമ്മുടെ പുതിയ ഭരണമാറ്റത്തിന് ശേഷം ഫസ്റ്റ് അഡ്വൈസ് തന്നെ കയറാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും നേരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പരീക്ഷകൾ ഇനി അടുത്ത സ്റ്റാറ്റിക് ലെസൺ നോക്കാൻ വേണ്ടി ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് എന്താണ് നമുക്ക് പറയാനുള്ളത്? വേക്കൻസി കുറവാണ് എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. നിങ്ങൾക്കതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പഠിക്കണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ സബ്ജക്റ്റും നമുക്ക് പഠിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ പഠിച്ചതൊന്നും ആയിരിക്കുകയല്ലോ. അപ്പം നമുക്ക് നമ്മൾ സ്ട്രോങ് ആണെന്ന് തോന്നുന്ന ഒരു 3-4 ഏരിയ നല്ലപോലെ കവർ ചെയ്യുക, ഒരു മൊഡ്യൂളും വിടാതെ കവർ ചെയ്യുക. തീർത്ത് പറ്റില്ല എന്ന് പറയുന്നത് ഒഴിവാക്കി വിടുക. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഇബി വർഗീസ്. ഇടുക്കിയിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും നമുക്ക് സർക്കാർ ജോലി ആണ് എൻ്റെ ആവശ്യം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വന്നൊരു കൊച്ചു മിടുക്കിയാണ്. 2 ലിസ്റ്റുകളിൽ ഇപ്പോൾ ഇളം നേടിയിട്ടുണ്ട്, LDCയും അതുപോലെ നമ്മുടെ സ്റ്റാറ്റിക് അസിസ്റ്റന്റ് ഗ്രേഡ് 2. അപ്പം എന്താ പറയുക, ചെറിയ പ്രായത്തിൽ തന്നെ വലിയ സർവീസിൻ്റെ വിവരങ്ങളിലേക്ക് എത്താൻ പറ്റുമെന്ന് ആശംസിക്കാൻ നമ്മളെ എല്ലാവിധ ആശംസ തന്നെയാണ് ഇടുക്കിയിൽ നിന്നും ഇബി വർഗീസിനോടൊപ്പം. താങ്ക് യു.